അമിത ചാർജ് ചോദ്യം ചെയ്തതിന് ഓട്ടോക്കാരൻ ഭീഷണിപ്പെടുത്തിയതായി സംവിധായക കുഞ്ഞില മാസിലാമണി. കോഴിക്കോട് നഗരത്തിലെ ഓട്ടോക്കാരനിൽ നിന്നാണ് ദുരനുഭവം ഉണ്ടായത്. ദൃശ്യങ്ങൾ സഹിതം ഫേസ്ബുക്കിൽ പങ്കുവച്ചാണ് മാസിലാമണിയുടെ കുറിപ്പ്. വിവരങ്ങളുമായി ദിൽഷ തിലകൻ നമുക്കൊപ്പം ചേരുകയാണ് കോഴിക്കോട് നിന്ന്. ദിൽഷ, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ കുറച്ച് വ്യക്തത വരാനുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ദിൽഷ, കേൾക്കുന്നില്ലേ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ആ ദൃശ്യങ്ങളൊന്ന് വിവരിക്കാമോ? ദിൽഷ കേൾക്കുന്നില്ല. ദിൽഷയുടെ സാങ്കേതിക പ്രശ്നം പരിഹരിക്കാം. അമിത ചാർജ് ചോദ്യം ചെയ്തതിനാണ് ഓട്ടോക്കാരൻ ഭീഷണിപ്പെടുത്തിയതായി സംവിധായക കുഞ്ഞില മാസിലാമണി പറയുന്നത്. കോഴിക്കോട് നഗരത്തിലെ ഓട്ടോക്കാരനിൽ നിന്നാണ് ദുരനുഭവം ഉണ്ടായത്. ദൃശ്യങ്ങൾ സഹിതം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുകയാണ് കുഞ്ഞില മാസിലാമണി. അമിത ചാർജാണ് പ്രശ്നം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. അതാണ് കുഞ്ഞില മാസിലാമണിയുടെ ആരോപണം. ഒരു ഓട്ടോറിക്ഷ മുന്നോട്ട് പോകുന്ന ദൃശ്യങ്ങൾ കാണാം. ദിൽഷ തിലകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദിൽഷ, കേൾക്കാമെങ്കിൽ എന്താണ് ഈ ദൃശ്യങ്ങൾ, എന്താണ് പരാതി? ബിനിൽ, കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ച യുവ സംവിധായിക കുഞ്ഞില മാസിലാമണിക്കുണ്ടായിട്ടുള്ള ഒരു ദുരനുഭവം, അതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. കാരണം ഈ യുവ സംവിധായികയായ കുഞ്ഞില മാസിലാമണി തന്നെ ഫേസ്ബുക്കിൽ ഗതാഗത മന്ത്രിയുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. അതിലെ വിശദാംശങ്ങളിലേക്കാണ്. ഒരു ഓട്ടോക്കാരനിൽ നിന്നുണ്ടായിട്ടുള്ള ദുരനുഭവമാണ് പങ്കുവച്ചിരിക്കുന്നത്. അമിത ചാർജ് ഈടാക്കി എന്നാണ് പരാതി. അതായത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഏകദേശം 10:30 മണിയായപ്പോൾ കോഴിക്കോട് KSRTC ടെർമിനലിന് സമീപത്തു നിന്നും ഓട്ടോ വിളിക്കുകയും താമസ സ്ഥലത്തേക്ക് പോവുകയുമായിരുന്നു. 120 രൂപയാണ് ഓട്ടോയിൽ കയറുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞിലയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ താമസ സ്ഥലത്തെത്തിയപ്പോൾ ഓട്ടോ ചാർജ് ഇരട്ടിയാക്കി 160 രൂപ ആവശ്യപ്പെട്ടു എന്നാണ്. ഇത് നൽകാതിരുന്ന സമയത്ത് ഈ കുഞ്ഞില മാസിലാമണിയോട് ഓട്ടോക്കാരൻ അപമര്യാദയായി പെരുമാറി ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് പരാതി. നിരവധി തവണ ഇത്തരത്തിൽ ഓട്ടോക്കാരിൽ നിന്ന് പല തവണയായിട്ട് കുഞ്ഞില മാസിലാമണിക്ക് ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിലും പല തവണ അത് പോലീസ് സ്റ്റേഷനുകളിലൊക്കെ പരാതി നൽകിയിട്ടും അതിൽ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇനി പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. എന്നാൽ ഈ ഒരു ദുരനുഭവം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ തന്നെ പലയിടങ്ങളിലായിട്ട് രാത്രിയിൽ ഏകദേശം 10 മണിക്ക് ശേഷം ഓട്ടോ ചാർജ് മീറ്ററും അതിൻ്റെ ഇരട്ടിയുമാണ് വാങ്ങുന്നത്. അതിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് കുഞ്ഞില മാസിലാമണി പങ്കുവയ്ക്കുന്നത്. ഇത്രയധികം തുക വാങ്ങിക്കുന്നത് സത്യത്തിൽ നിയമവിരുദ്ധമാണ്. മാത്രമല്ല, ഇത്തരത്തിൽ ഇതിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഓട്ടക്കാരനിൽ നിന്ന് അസഭ്യവർഷമാണ്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാകും, അസഭ്യവർഷമാണ്. മാത്രമല്ല, കുഞ്ഞില മാസിലാമണി പണം നൽകി 120 രൂപ നൽകിയ സമയത്ത് ആ തുക അദ്ദേഹം മുറ്റത്ത് വലിച്ചെറിയുകയാണ് ചെയ്തത്. ഓട്ടോയിൽ നിന്ന് ഇറങ്ങി പുറകെ ഫോളോ ചെയ്ത് ചെന്ന് ഭീഷണിപ്പെടുത്തിയതായാണ് കുഞ്ഞില മാസിലാമണി ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത്. ഒരു സ്ത്രീ രാത്രിക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ളൊരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ ഇതിൽ ആരോടാണ് ഈ ഒരു വിഷയത്തിൽ പരാതി നൽകേണ്ടത് എന്നാണ് കുഞ്ഞില മാസിലാമണി ചോദിക്കുന്നത്. പൊതുവെ കോഴിക്കോടുള്ള ഓട്ടക്കാരെ കുറിച്ച് നന്മകൾ മാത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എന്നാൽ ഇത്തരത്തിൽ പല തവണ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും കുഞ്ഞില മാസിലാമണി ഫേസ്ബുക്കിൽ പങ്കുവെക്കുന്നുണ്ട്. ബിനിൽ, ശരി, അതാണ് കുഞ്ഞില മാസിലാമണി എന്ന യുവ സംവിധായികയുടെ പരാതി. 120 രൂപ ആദ്യം ഫിക്സഡ് ചാർജ് പറഞ്ഞു, പിന്നീട് 160 രൂപ ആവശ്യപ്പെട്ടു. പിന്നീട് തർക്കമായി, പണം എറിഞ്ഞിട്ട് അപമാനിച്ച് ഈ ഓട്ടോക്കാരൻ കടന്നു കളഞ്ഞു എന്നുള്ളതാണ്, അല്ലെങ്കിൽ പോയി എന്നുള്ളതാണ് യുവ സംവിധായികയുടെ ആരോപണം. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിൽഷ തിലകൻ.